ഇന്ത്യയെ വെല്ലുവിളിച്ച് പാക് സൈനിക മേധാവി ആസിം മുനീർ രംഗത്ത്. എന്തു വന്നാലും കാശ്മീർ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നതാണ് ഇന്ത്യയിലെ സൈന്യത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത്. കാശ്മീർ ഇസ്ലാമാബാദിന്റെ സിരകളിൽ ഒന്നാണ് എന്ന് പ്രവാസികളായ പാകിസ്ഥാനികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അംബാസിഡർമാരാണ് നിങ്ങൾ. വളരെ ഉയർന്ന ആശയത്തിന്റെ സംസ്കാരത്തിന്റെയും ഭാഗമാണ് എന്ന് നിങ്ങളൊന്ന് മറക്കരുതെന്നും നിങ്ങളുടെ മക്കളോട് പാകിസ്ഥാന്റെ കഥ പറയണം. നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് നമ്മുടെ പൂർവികർ കരുതി. നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, ചിന്തകൾ തുടങ്ങിയവ വ്യത്യസ്തമാണ്. അതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമാണ്, ഒന്നല്ല. അതുകൊണ്ടാണ് ഈ രാജ്യം നിർമ്മിക്കാൻ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടത്. അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാം. പാകിസ്ഥാന്റെ ഈ കഥ നിങ്ങൾ മറക്കരുത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം പാകിസ്ഥാന് നിക്ഷേപങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് പലരും കരുതുന്നത്. രാജ്യത്തിന്റെ വിധി മാറ്റിമറിക്കാൻ തീവ്രവാദികൾക്ക് കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? 1.3 ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് അവർക്കുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടി നമ്മളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാന്റെ സായുധ സേനയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ തീവ്രവാദികളെ നമ്മൾ പരാജയപ്പെടുത്തും. പാകിസ്ഥാൻ വീഴില്ല എന്നും കാശ്മീരിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാണ്. അത് നമ്മുടെ സിരകളിലാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും കാശ്മീരി സഹോദരങ്ങളെ അവരുടെ പ്രതിസന്ധിയിൽ നമ്മൾ ഉപേക്ഷിക്കില്ല എന്നതാണ് മേധാവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അദ്ദേഹം പറയുന്നത് സൈന്യത്തിന് നമ്മളെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല, നമ്മുടെ വികാരങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. നമ്മുടെ കാശ്മീരിന് വികാരം തുടരുകയാണ്. 1.3 ദശലക്ഷമുള്ള ഇന്ത്യൻ സൈനികരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞില്ല. അതുകൊണ്ട് ഏത് കാലത്തും കാശ്മീരിനെ സ്വന്തമാക്കിയേ പാകിസ്ഥാൻ അടങ്ങിയിരിക്കൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതും. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യാമോഹങ്ങൾ ഒരിക്കലും ഒരു കാലത്തും നടക്കാൻ പോകാത്ത ഒരു സ്വപ്നമായി തന്നെ തുടരും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതോടൊപ്പം തന്നെ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കാൻ ഇന്ത്യ വർഷങ്ങളായി ശ്രമം നടത്തി വരുന്നതിനാലാണ് പാക് സൈനിക മേധാവിയുടെ ഈ ഒരു വെല്ലുവിളി വന്നിരിക്കുന്നതും. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും തിരിച്ചു പിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒന്നിലധികം തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാക് അധീന കാശ്മീർ വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ചേരുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ മുൻകൈ എടുക്കുമെന്നും അത് സമ്മതിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരം പ്രസ്താവനകൾ വർദ്ധിച്ചു വരികയാണ്. എന്താണ് അതിന് കാരണമെന്നും ഇന്ത്യയുടെ സൈനികവും സാമ്പത്തികവുമായ ശക്തമായ അവസ്ഥ നൽകുന്ന ആത്മവിശ്വാസം, പാകിസ്ഥാന്റെ ദയനീയമായ സാമ്പത്തിക ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങൾ, ആഗോള സാഹചര്യം, അതുപോലെ തന്നെ സൈനിക നടപടിക്ക് ഇതിലും മികച്ച അവസരം വരാനില്ല എന്നതാണ് കണക്കുകൂട്ടുന്നവരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ കാശ്മീരിലെ ജനങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും അനുഭവിക്കുമ്പോൾ പാകിസ്ഥാനിലെ കാശ്മീരികളാകട്ടെ കടുത്ത ദുരിതത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ജലവൈദ്യുതി അടക്കമുള്ള വിഭവങ്ങൾ ഊറ്റിക്കൊണ്ടുപോകുന്ന സർക്കാർ ജനങ്ങളെ അവഗണിക്കുകയാണ് എന്നും അതുപോലെ തന്നെ കാശ്മീരിൽ മാത്രമല്ല ഗിൽഗിത് ബാൾട്ടിസ്ഥാനിലും ഇത് തന്നെയാണ് അവസ്ഥ. 2024 മെയ് മാസം പാക് അധീന കാശ്മീരിലെ മുസ്തഫറിൽ അക്രമാസക്തമായ വൻ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല ഭക്ഷണ സാധനങ്ങളുടെ വില, വൈദ്യുതി തീരുവ എന്നിവ കൂട്ടിയതിലും അത് വെട്ടിക്കുറച്ചതിലും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളും നിരവധി ആൾക്കാർ മരിക്കുന്നതിന് വരെ സാഹചര്യമുണ്ടായി. ഈ സമരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ പതാകകളും ഉയർന്നു കണ്ടത് നിരീക്ഷകരെ വലിയ രീതിയിൽ തന്നെയാണ് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നതും. കുറച്ച് വർഷം മുൻപ് കാശ്മീർ താഴ്വരയിലെ പ്രതിഷേധ പ്രകടനങ്ങൾ പാകിസ്ഥാനി പതാകകൾ കണ്ടതുപോലെ തന്നെ ജമ്മു കാശ്മീർ ജോയിന്റ് അമാവി ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.